ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തൊടുപുഴയിലാണുള്ളത്. ഇവിടെ ഒരു കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെടിയുടെയും പച്ചക്കറികളുടെയൊക്കെ വിത്ത് വിൽക്കുന്ന ഒരു സ്റ്റാളാണ്. നിങ്ങൾ താമരയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് താമരയുടെ വിത്ത്. ഇതാണ് സൂര്യകാന്തിയുടെ വിത്ത്. ഇത് റെഡ് കളറാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാൻഡിൻ്റെ ഒരു മിക്സി പരിചയപ്പെടാം. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. പൊടി പാത്രത്തിലേക്ക് കളക്ട് ചെയ്തോളും. ഇതിൽ നമ്മൾ പൊടിക്കുമ്പോൾ ഇത് നെറ്റ് ഉപയോഗിച്ച് പൊടിക്കുമ്പോൾ ഇതിൻ്റെ ഉമ്പിയും തവിടൊക്കെ വേറെ വരും. വലിയ പൊടിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് രണ്ടും മിക്സായി വരുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അരിച്ചെടുക്കണം. രണ്ടാമത്തെ കാര്യം, മില്ലിൽ അരി പൊടിച്ചാലും ഗോവ പൊടിച്ചാലും പൊടിക്ക് ചൂടുണ്ട്. ഈ പൊടിയൊന്നും നോക്കാൻ പറ്റും, ക്വാളിറ്റി ഉണ്ടാവും. പൊടി ചൂടാകത്തോണ്ട് പ്രോട്ടീൻസോ വൈറ്റമിൻസോ ഒന്നും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബ്ലേഡ് മൂർച്ചയൊന്നുമില്ല. മൂർച്ചയുള്ള നല്ല പൊടി. മോട്ടറിൻ്റെ സ്പീഡ് പവറുമാണ്. സാധാരണ മിക്സിക്ക് ഉപയോഗിക്കുന്ന മോട്ടറല്ല ഇത്. നമ്മൾ ഇടിയപ്പത്തിന് പാലപ്പത്തിന് പൊടിക്കുക, ഇതിൽ പുട്ടിന് പൊടിക്കുക. ഈ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് ഉണക്കിയ മല്ലി, മുളക്, മഞ്ഞൾ, കാപ്പിക്കുരു, ഗോതമ്പ്, ആയുർവേദ മരുന്നുകൾ, മസാലകൾ, കുട്ടികളെ റാഗി കരുത്ത് പൊടി വളരെ സോഫ്റ്റായിരിക്കും. കൂടാതെ ഇതിൽ ലസ്സി അടിക്കാൻ, ഷേക്ക് അടിക്കാം. ഈ ജാറിൽ കട്ടിയായിട്ട് അരച്ചെടുക്കാം. മല്ലി, മുളക്, തേങ്ങയൊക്കെ വറുത്ത് പേസ്റ്റ് രൂപത്തിൽ തീയലിനൊക്കെ അരച്ചെടുക്കാം. വട ഉണ്ടാക്കണ 3/4 കിലോ 1.5 കിലോ വടക്ക് അരച്ചെടുക്കാം. കാപ്പിക്കുരു ഉണ്ടോ വീട്ടിൽ ഉണ്ടെങ്കിൽ കുത്തിയെടുക്കാം, തൊണ്ട് കളഞ്ഞെടുക്കാം. 30 സെക്കൻഡ് കൊണ്ട് 1 കിലോ തരുന്ന വേറൊരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് കാപ്പിക്കുരു നിറയിടുക. നിറയിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്കുള്ള സ്പീഡിൽ, ഇഞ്ചർ സ്പീഡിൽ 4 തവണ ഇഞ്ചർ ചെയ്ത് കൊടുക്കാം. ബാക്കിലേക്ക് 4 തവണ ഇഞ്ചർ ചെയ്യുമ്പോൾ കാപ്പിക്കുരു തൊണ്ട് പൊട്ടി പരിപ്പ് വേറെ, തൊണ്ട് വേറെ ആയിട്ട് വരും. പിന്നെ നമ്മൾ എടുത്തിട്ട് മാറ്റിയിട്ട് വറക്കുക. വറുത്തിട്ട് ഇതിൽ പൊടിക്കുക. 7 മിനിറ്റ് മതി 1 കിലോ കാപ്പിക്കുരു പൊടിച്ച് അരിച്ച് വരുമ്പോൾ. അപ്പോൾ നാടൻ രീതി കാപ്പിപ്പൊടി ഉണ്ടാക്കാം. കൂടാതെ ഇതിൽ നമ്മൾ അത് കട്ടിയായിട്ട് അരച്ചെടുക്കാം. തീയലിനൊക്കെ അരക്കില്ലേ, നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കാം. വട ഉണ്ടാക്കുക. ഉഴുന്ന വടയ്ക്ക് പരിപ്പുടക്കൊക്കെ 1.5 മിനിറ്റ് മതി 3/4 കിലോ അരക്കാൻ. നെയ്ജാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ജാറാണ്. ഒരു കോക്കനട്ട് സ്ക്രേപ്പറായിട്ട് യൂസ് ചെയ്യാം. അതായത് തേങ്ങയൊക്കെ നമ്മൾ ചിരണ്ടില്ലേ, അതിന് പകരം തേങ്ങ പൊട്ടിച്ച് വലിയ പീസാക്കി ഇട്ടാൽ 10 സെക്കൻഡ് കൊണ്ട് 2 തേങ്ങ ചിരണ്ടി എടുക്കാം. ആ ചിരണ്ടി വരുന്ന തേങ്ങ ഇതിൽ തന്നെ അരച്ചെടുക്കാം. ഇവിടെ ഇതുപോലെ പല വെറൈറ്റി സ്റ്റാളുകളാണുള്ളത്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മാമ്പഴങ്ങളുണ്ട് അവിടെ. ഈ ചേച്ചി ഒരു ചക്ക മുറിക്കാൻ പോകുന്ന ഭാഗമാണിത്. അതെങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. ഇതൊരു ഫ്ലെക്സിബിൾ വാട്ടർ ടാങ്കാണ്.
500 മുതൽ 1,00,000 ലിറ്റർ വരെയുള്ള അളവിൽ ഈ ടാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കുറച്ചുകൂടെ ചെറിയ ടാങ്കാണ്. നമ്മൾ പറയുന്ന അളവിൽ അവരത് നമുക്ക് നിർമ്മിച്ചു തരും. വിവിധ അളവിലുള്ള ഈ ടൈപ്പ് ഫിഷ് ടാങ്കും അവൈലബിൾ ആണ്. ഇതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ. ഇവിടെ ഒരു ബോർഡിൽ തൊടുപുഴയ്ക്ക് സമീപമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാംബു അല്ലെങ്കിൽ മുള കൊണ്ടുള്ള ഐറ്റത്തിൻ്റെ സ്റ്റാളാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലോത്തിൻ്റെ ക്ലിപ്പ്, പേപ്പർ പിന്ന്, പിന്നെ പെൻ ഹോൾഡർ, ബ്രഷ് ഹോൾഡർ, ഒരെണ്ണം ഉള്ളത് ബാക്കിയെല്ലാം തീർന്നു. പിന്നെ കണ്ടെയ്നറുണ്ട്, ബിസ്ക്കറ്റ് ട്രേ, അത് മൊബൈലിൻ്റെ സ്റ്റാൻഡ്, പിന്നെ ഹെയർ ക്ലിപ്പ്, നട്ട്സ് ട്രേ, ടോങ്, അങ്ങനെയുള്ള. ഇത് പല്ല് തേക്കുന്ന ബ്രഷാണ് കേട്ടോ. പിന്നെ ഇതാണ് പെൻ. ഇത് നമ്മുടെ ചപ്പാത്തി ബാസ്ക്കറ്റ്. നമ്മുടെ പെൻസിൽ പൗച്ച് ചെയ്ത് ഒരു സൈഡ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡാണ്, ഫ്ലോറിൽ വെക്കാൻ പാടില്ല. ഇത് വീപ്പ് ചെയ്തിട്ടുള്ള പെൻ ഹോൾഡറാണ്. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. അത് പേപ്പർ ക്ലിപ്പ്. ഇത് തന്നെ ക്ലോത്തിൻ്റെ ക്ലിപ്പ്. അത് മൊബൈലിൻ്റെ സ്റ്റാൻഡായത്. നമ്മളിവിടെ ഫോൺ വെക്കാം. വെച്ച് കഴിയുമ്പം ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇടണം. അതിൻ്റെ വെയിറ്റ് ഇങ്ങനെ വെക്കും. ഇത് സോപ്പിൻ്റെ ഡിഷ്. അത് ഹെയർ ക്ലിപ്പ്. അത് ടിഷ്യൂ ഹോൾഡറാണ്. ഹോൾഡർ. ഇത് ചായയുടെ. ഇതാണ് മഴമോളി എന്ന് പറയുന്ന സാധനം. മഴവെള്ളം വീഴുന്ന സൗണ്ടാണ്. അത് തന്നെ വെള്ളമാണോ? അല്ല, ഇത് ചെറുപയർ വൻപയർ. ഇതൊരു 6 മാസം ഉണക്കിയിട്ടാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതാണ് എൻ്റെ ഇത് ഹാൻഡ് മെയ്ഡ് മിനിയേച്ചർ വർക്കിൻ്റെ ഒരു സ്റ്റാളാണ്. ഇവിടെ കുറേ വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന വർക്കുകളാണ് ഇതെല്ലാം.
ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.